എത്തപ്പെട്ട സ്ഥലത്ത് ആ സ്ഥലത്തെ മനോഹരിത കൊണ്ട് അവിടെ ഇഷ്ടപ്പെട്ട് അവിടെ തന്നെ ജീവിക്കുകയും പിന്നെ പോത്ത് ഇയാക്കിന് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇയാൾക്കാണെങ്കിൽ എപ്പോഴും പുല്ലിൽ മറിഞ്ഞുകൊണ്ടിരിക്കും പോത്ത് കാണും. അതായത് നമ്മളൊരു സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താ പറയാ, അവിടെ ഇഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ ജീവിതമൊന്നും നമ്മൾ ഓർമ്മിക്കൂല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇതിൽ പറയുന്നുണ്ട്. അങ്ങനത്തെ കുറെ കഥകൾ ഇതിൽ പറഞ്ഞു. ഈ യാത്രാ വിവരണം നമ്മൾ വേറെ കുറെ യാത്രകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായി തോന്നിയിട്ടുള്ളത് ഒരു നോവലിന്റെ ഒക്കെ ഒരു ഫ്ലോ, അത് നമ്മുടെ വായിക്കുമ്പോൾ ഒഴുകുന്ന പോലെ ഒരു പ്രതീതിയാണ്. നമ്മളൊരു നോവൽ വായിച്ചു കൊണ്ടുപോകുന്ന പോലെ, ഒരു കഥ വായിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് ഈ നന്ദിനി മേനോൻ എന്നുള്ള എഴുത്തുകാരി ഈ യാത്രകൾ എഴുതുന്നത്. വളരെ മനോഹരമായ ഒരു അവതരണമാണ്, ഭാഷയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മളിപ്പോൾ ഇതിൽ വേറെ വ്യത്യസ്തമായി തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ നമ്മളൊക്കെ കാർ ഓടിക്കുമ്പോൾ ഒരു കാറ് ഒരാൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അയാൾ നമ്മളിപ്പോൾ പരിചയമില്ലാത്ത ആളുകളാണെന്ന് മറിച്ചു പോയാൽ നമ്മൾ തെറിയാണ് കേൾക്കുന്നത്. പക്ഷെ അവിടെ ഓടിക്കുന്ന ആളുകൾ എത്ര എന്താ പറയുക, എത്ര ശാന്തമായിട്ടാണ്, ഒരു സിഗ്നൽ പോലും ഇല്ലാതെ അല്ലെങ്കിൽ ട്രാഫിക് നിയന്ത്രണം ഇല്ലാതെ വണ്ടികൾ ഉപയോഗിക്കുന്നത്. ഒരു ബുദ്ധിസത്തിന്റെ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ട്. നമ്മളൊരു കാംനെസ്, നേരത്തെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ നമ്മളൊരു കാംനെസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം വളരെ ശാന്തമായിട്ട്. ഇപ്പൊ നമുക്ക് അധികം ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. ഇപ്പൊ അവിടെ വാഹനങ്ങളൊക്കെ എത്രയോ ദൂരം പോകുന്നത് ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ. നമ്മുടെ നാട്ടിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത്രയധികം ട്രാഫിക് പോലീസുകാർ ഉണ്ടായിട്ട് കൂടി നമ്മുടെ ആക്സിഡന്റുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ആക്സിഡന്റ് ഉണ്ടാവില്ല എന്നത് വളരെ പ്രത്യേകതയാണ്. നമ്മുടെ അപകടങ്ങൾ ഉണ്ടാവുന്നില്ല. ആളുകൾക്ക് ഇപ്പൊ ഡ്രൈവർമാരെ പറ്റി പറയുന്നത്, ഇവിടെ ഞാൻ പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കിയതാണ്. ഡ്രൈവർമാരെ പറ്റി പറയുന്നത്, ഡ്രൈവർമാര് വളരെ സ്ലോ ആയിട്ട് മാത്രമേ അവിടെ വണ്ടി ഓടിക്കുന്നു. എന്നോട് അനന്ത് ചേട്ടൻ പറഞ്ഞ പോലെ വർക്ക് ചെയ്തൊരു മാഷ്, ഒരുപാട് മാഷ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു പരിചയത്തിലൊരു മാഷ് പുള്ളി ഇടക്കിടക്ക് പറയാറുണ്ട്, ഭൂട്ടാൻ രാജാവിന്റെ കല്യാണത്തിലാണ് പങ്കെടുത്തത്. നമ്മൾ ആദ്യം തമാശയിൽ എടുത്താണെങ്കിലും പിന്നെ നമുക്ക് സത്യം ബോധ്യമായി. അപ്പൊ അവര് പറയുന്നത് വളരെ എന്താ പറയാ, ഡ്രൈവർമാരൊക്കെ വണ്ടി ഓടിക്കുന്നത് ഒരു മത്സര ബുദ്ധിയില്ല. ഒരാൾ ഓവർടേക്ക് പോകുന്നു അല്ലെങ്കിൽ സീബ്ര ലൈനിൽ വണ്ടി ഓടിക്കുമ്പോൾ അവര് ആ ഒരു ഇൻഡിക്കേഷൻ പോലും അവർക്ക് ആവശ്യമില്ല. അവരത് ചെയ്യുന്നവർ അറിഞ്ഞ് ചെയ്യുന്നവർ ഒരു വകതിരിവ് എന്നുള്ള സംഭവം ആ മനുഷ്യന്മാരെ പ്രവൃത്തിയിലുണ്ട്. അവർ ശാന്തതയുണ്ട്. അപ്പൊ അത് ഈ എഴുത്തുകാരി പറഞ്ഞ കാര്യങ്ങൾ അവിടെ ജീവിച്ച ആളുകൾ കുറെ പറഞ്ഞ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് അതൊന്ന് ഷെയർ ചെയ്തതാണ്. അവിടെ മാഷായിട്ട് ജോലി ചെയ്ത ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ പലതും ഈ എഴുത്തുകാരി എഴുതിയതിൽ വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങളിലും അവർ കുറച്ച് പറയുന്നുണ്ട്. ഭക്ഷണം വളരെ ലളിതമായ ഭക്ഷണ രീതിയാണ്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്ന ഭക്ഷണങ്ങൾ അവരുടെ രീതിയിലുള്ള പരിമിതമായ തരത്തിലുള്ള ആർഭാടങ്ങളില്ലാത്തൊരു ഭക്ഷണമായിരിക്കും എന്ന് പറയുന്നത്. അതായത് അത് അവിടെ ജോലി താഴെന്ന് പറഞ്ഞതാണ്. നമുക്ക് ഒരുപാട് ആഗ്രഹിക്കാം, പക്ഷെ നമുക്ക് തരുന്നത് ഇപ്പോൾ ഈ എഴുത്തുകാരി പറയുന്ന പോലെ ഉരുളക്കിഴങ്ങിന്റെ എണ്ണം കൂടിയോ അല്ലെങ്കിൽ വളരെ പരിമിതമായ ഭക്ഷണങ്ങൾ മാത്രമേ നമുക്ക് അവിടെ കിട്ടൂ. അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ രീതി എന്ന് പറയുന്നത്. നമുക്ക് ലഭ്യമായത് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക, അതൊരു നല്ല മാതൃകയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നല്ലൊരു വാചകം.